ഗ്രഹാം സ്റ്റെയിൻസും തിമോത്തിയും ഫിലിപ്പും മരിച്ചു വീഴുന്ന രംഗം നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്കും വേദന വരും. നമ്മളറിഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരർത്ഥം അതിനുണ്ട്. സ്റ്റെയിൻസിനെ അതിശക്തമായ വിധത്തിൽ പിടിച്ചു കുനിച്ചു നിർത്തി കയ്യിലൊരു കഠാരയെടുത്ത് പുറത്തും അകത്തും കുത്തി വലിച്ചു. അങ്ങനെ ചുടുരക്തം മൊറീഷ്യയുടെ മണ്ണിലൊഴുകി. അത് കണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ രണ്ടും അകത്ത്. ജീപ്പിൽ നിന്ന് പുറത്തു വരാൻ വയ്യ. എന്നിട്ടാ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നേ. പുറത്തേക്ക് ചാടുവാൻ വെമ്പിയ കുഞ്ഞുങ്ങളെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് തിരിച്ച് തീയിലിട്ട് കത്തിക്കുമ്പോൾ ഞങ്ങളുടെ ആവേശത്തിനൊന്നും ഒരു കുറവില്ല. ഇതും കൊണ്ടൊന്നും ഞങ്ങൾ പിന്തിരിഞ്ഞോടില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാർക്കുള്ളിൽ തുടിക്കുന്ന യേശുവിൻ്റെ രക്തം സിരാനരമ്പുകളിൽ ഒഴുകുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും പറയട്ടെ, ഞങ്ങൾ പിന്തിരിഞ്ഞോടൂല. എവിടെ അവർ വീണ് മരിച്ചോ അവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരവസരം തരണമേ. പ്രാർത്ഥിച്ചാട്ട മക്കൾ. എന്തു പറ്റി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ മരിച്ചു വീഴുമ്പോൾ നിസ്സഹായരാണെന്ന്? ഇല്ല. 1000 വിശുദ്ധന്മാർ, കോടാനുകോടി ദൂതഗണങ്ങൾ, സുസ്മേരവരതനായി യേശുവിൻ്റെ സാന്നിധ്യം അവർ കണ്ട് 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 വിട്ടു പിരിഞ്ഞു ക്രിസ്തുവിനോട് കൂടെ. ഈ അനുഭവം അത്. അതുകൊണ്ടേ നാളെ എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു പീഡ വന്നാലും പേടിക്കാനൊന്നുമില്ലെന്ന്. ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പറയാം, ഏത് ജയിലിലിട്ടാലും കനത്തായുധം വീശിയാലും ഞങ്ങൾ പിന്തിരിഞ്ഞോടാതെ അങ്ങയെക്കുറിച്ച് പാടും, അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കും. അവസാന ശ്വാസം വരെ അങ്ങയ്ക്ക് വേണ്ടി ധീരം നിൽക്കും. ഹല്ലേലൂയ.